5 വർഷം മുൻപാണ് വയനാട്ടിൽ 10 വയസ്സുകാരി ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഇന്ന് മറ്റൊരു കുഞ്ഞ് വൈദ്യുതാഘാതമേറ്റു. എന്ത് സുരക്ഷയാണ് നമ്മുടെ സ്കൂളുകളിലുള്ളത്? സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ അടിയന്തരമായി സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും സർക്കാർ ഇല്ലായ്മയാണ്. ഇത്രയും അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന സ്കൂളിന് എങ്ങനെയാണ് ഫിറ്റ്നസ് ലഭിച്ചതെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് പുറമെ ഗുരുതരമായ അനാസ്ഥയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലുമുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സമഗ്ര അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഇത്രയും അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന സ്കൂളിന് എങ്ങനെയാണ് ഫിറ്റ്നസ് ലഭിച്ചത്? CPM നേതൃത്വത്തിലുള്ള സ്കൂൾ ആയതുകൊണ്ടാണോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്, അതോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണോ സ്കൂൾ ഇത്രയും കാലം പ്രവർത്തിച്ചതെന്നും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കുമുണ്ടെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് പുറമെ ഗുരുതരമായ അനാസ്ഥയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലും കണ്ടുവരുന്നത്. എല്ലായിടത്തും ഇതുതന്നെയാണ് അവസ്ഥ. ചോദിക്കാനും പറയാനും ഇവിടെ ഒരു സർക്കാരില്ലെന്നും അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും പിൻവാതിൽ നിയമനങ്ങളിലും മാത്രമാണ് സർക്കാരിന്റെ ശ്രദ്ധയെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി.